ഇപ്പം കമൽ സാറിനെ ഞങ്ങളൊരു കുറച്ച് ദിവസം മുന്നേ സാറിൻ്റെ സിനിമയ്ക്ക് ഒരു ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ പറയുന്നുണ്ടായിരുന്നു ആമിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ മഞ്ജുവിനെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ആരെക്കുറിച്ചും തോന്നിയിട്ടില്ല. കാരണം അത് കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളല്ലേ, നമുക്കറിയാം അങ്ങനത്തെ ഒരു സബ്ജക്റ്റ്. അങ്ങനെയൊക്കെ വരുമ്പം ചേച്ചിക്ക് എന്തെങ്കിലും ഒരു മാനദണ്ഡം അത് എടുത്തേക്കാം, ചേച്ചിയുടെ മനസ്സ് പറയുന്ന പോലെ. ആമിയുടെ ഏറ്റവും ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് കുറച്ച് ദിവസം മുമ്പ് ആ പ്രോജക്റ്റിലേക്ക് വന്നു. അപ്പം അതും ഈ പറഞ്ഞ ഓരോ വിധിയുണ്ട്, ഓരോ നിമിത്തമുണ്ട് ഓരോ സിനിമയ്ക്കും എന്ന് പറയുന്നത് പോലെ. ഞാൻ ആ സിനിമ കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. കമൽ സാർ എന്ന് പറയുന്ന സംവിധായകന്റെ സിനിമകളൊക്കെ നമുക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. അത് വിദ്യാബാലൻ ചെയ്യാൻ ആ സിനിമ കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. തീരെ പ്രതീക്ഷിക്കാതെയാണ് അതിൻ്റെ ചില കാര്യങ്ങൾ മാറി മറിയുകയും സാർ എൻ്റെ അടുത്ത് മഞ്ജുവിനത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആദ്യം ഒന്ന് ഭയങ്കര ഷോക്കായിരുന്നു. അതെ, പറഞ്ഞിരുന്നു സാർ. അപ്പോൾ അതിനുശേഷം ഞാൻ, കാരണം എനിക്ക് അത്രയും വലിയൊരു കഥാപാത്രം ചെയ്യാനുള്ളൊരു ധൈര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഒരു ദിവസം സമയം ചോദിച്ചത് സാറിൻ്റെ അടുത്ത്. പിറ്റേ ദിവസം സന്തോഷത്തോടെ ഞാൻ ചെയ്യാം, പക്ഷേ എനിക്കൊന്നും അറിഞ്ഞൂടാ സാർ, എല്ലാം ഞാൻ സാറിനെ ഏൽപ്പിക്കുകയാണ്, എല്ലാം സാറിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് ഞാൻ പറയുക ചെയ്തത്. അപ്പോൾ അതും തീരെ പ്രതീക്ഷിക്കാതെ വന്നൊരു ഭാഗ്യമാണ്. ശരിക്കും ചേച്ചിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പം ചേച്ചി ചെയ്തു വെച്ച ഒരുപിടി കഥാപാത്രങ്ങൾ നമ്മൾ എപ്പോഴും ഓർക്കുന്ന കഥാപാത്രങ്ങൾ അല്ലേ? ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ച്, എനിക്ക് തോന്നും മലയാളി, ഞാൻ ഉൾപ്പെടുന്ന മലയാളി, ഇത് വേറൊരാളെയും, അതായത് ഇപ്പോൾ രാഷ്ട്രീയമായിക്കോട്ടെ സിനിമ ആയിക്കോട്ടെ നമ്മുടെ ബന്ധുക്കളായിക്കോട്ടെ ആരും തിരിച്ചു വന്നിട്ട് ഒന്നുകൂടെ ആ മുഖം ഒന്ന് കാണുള്ളൂ അത്രയും ആഗ്രഹിച്ചോ മുഖം ചേച്ചി വീണ്ടും തിരിച്ചു. പ്രകാശ്, ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ ചേച്ചിക്ക്? അതിൻ്റെതായ ടെൻഷൻ അല്ല, ഒരു ബ്ലാങ്ക് ആയിരുന്നു. ഞാൻ ഹൗ ഓൾഡ് ആർ യു ചെയ്യുന്ന സമയത്തൊക്കെ ബ്ലാങ്ക് പ്രകാശ് ബ്ലാങ്ക് ആയിരുന്നു. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം സിനിമ ചെയ്യുന്നു, അതുപോലും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല വീണ്ടും സിനിമ ചെയ്യുമെന്ന് ഞാനൊന്നും ഒരിക്കലും വിചാരിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോകുന്നു, എങ്ങോട്ട് പോകുന്നു എന്നറിയില്ല, നോക്കാം, അങ്ങനെയുള്ള ഒരു ബ്ലാങ്ക് ആയിട്ടുള്ളൊരു ഇതായിരുന്നു. പക്ഷേ ആ സിനിമയ്ക്കും കഥാപാത്രത്തിനും ലഭിച്ച ഒരു സ്വീകാര്യത എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി തന്നു. അതിന് നമ്മുടെ പ്രേക്ഷകരോട് തന്നെയാണ്. അതിൽ ഒരു വെറും വാക്കുകളിൽ കൂടി അതൊന്നും പറഞ്ഞു ഒതുക്കാൻ പറ്റില്ല. അത് ഗ്രാറ്റിറ്റ്യൂഡ് അത്രേ ഉള്ളൂ.